എത്തിയത് എന്നൊരു സാഹചര്യം കൂടി ഓർക്കണം. അപ്പോൾ മറ്റ് രാഷ്ട്ര തലവന്മാരെ ഭയക്കുന്നുണ്ട്, തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിക്കുന്നുണ്ട് ലോകത്തെ മുൾമുനയിൽ നിർത്തുമ്പോഴും നെതന്യാഹു എന്ന് മനസ്സിലാക്കണം. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഇവിടെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുവല്ലോ. അറബ് രാഷ്ട്രങ്ങളുമായുള്ള സംസാരത്തിന് ശേഷമാണ് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ നീങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അവർ ധരിപ്പിച്ചതിന് ശേഷമാണ് ട്രംപിന് മനംമാറ്റം ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ UN സമ്മേളനത്തിനെത്തിയ നെതന്യാഹു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ UAE വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഖത്തറിൽ ആക്രമണം ഒരു അറബ് രാഷ്ട്ര പ്രതിനിധിയോട് നെതന്യാഹുവിന്റെ ആശയവിനിമയം ഉണ്ടായതും ഇന്നലെയാണ്. അപ്പോൾ ഇത് ഒരു സൂചകമായി കാണണമോ? അറബ് രാഷ്ട്രങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള മുറിവ് മറന്നിട്ടില്ല, ശക്തമായ മറുപടിക്കപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഗസയിൽ വെടിനിർത്തലിനുള്ള ഇടപെടലുകൾ ഈ അറബ് രാഷ്ട്രങ്ങൾ നടത്തുന്നു. അതിൽ ട്രംപുമായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവുമായും നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നത് ഒരു പ്രതീക്ഷ നൽകുന്നതാണോ? അതെ, നേരത്തെ കൃത്യമായി ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ അറബ് രാജ്യങ്ങളിലും യൂറോപ്പിലും ഈവൻ അമേരിക്കയിൽ പോലും സെപ്റ്റംബർ 18 ദ ഇക്കണോമിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്, ഇക്കണോമിസ്റ്റും മറ്റൊരു സന്നദ്ധ സംഘടനയും കൂടി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയോടുള്ള ആ പ്രതികരണം ആരാഞ്ഞിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ ഇസ്രായേലിനുള്ള പിന്തുണ ഗണ്യമായി ഡെമോക്രാറ്റ് വോട്ടർമാരിൽ കുറഞ്ഞു വരികയാണ്, റിപ്പബ്ലിക്കൻ വോട്ടർമാരിലും കുറഞ്ഞു വരികയാണ്. അപ്പൊ അമേരിക്കക്കകത്ത് തന്നെ റിപ്പബ്ലിക്കൻ ആവട്ടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റ് ആവട്ടെ പിന്തുണ കുറഞ്ഞു വരുന്നു. നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനെ വിശേഷിപ്പിച്ചിരുന്നത് ജനസൈഡ് ജോ എന്നായിരുന്നു. കാരണം നേരത്തെ ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് 2016-20 കാലഘട്ടത്തിലാണ് ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചത്. ടെൽ-അവീവിൽ നിന്ന് അമേരിക്കൻ എംബസി അങ്ങോട്ടേക്ക് മാറ്റിയത്. 67-ൽ ഇസ്രായേൽ 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളെ ഇസ്രായേലിന്റെ അവിച്ഛിന്ന ഭാഗമായി അംഗീകരിച്ചത്. ഈ നടപടികളൊന്നും ജോ ബൈഡൻ പ്രസിഡന്റ് ആയ ശേഷവും റദ്ദാക്കിയിരുന്നില്ല. അത് ആ മട്ടിൽ തന്നെ തുടർന്നു പോവുകയായിരുന്നു. അപ്പോൾ ആഗോള തലത്തിലുള്ള ഇറ്റലിയിലെ പൊതു പണിമുടക്കിനെ പറ്റി പറഞ്ഞു. അവിടെ തുറമുഖങ്ങളിൽ ഇസ്രായേലിന് ആയുധം കയറ്റി പോകുന്ന കപ്പലുകൾ തടയുന്ന ആ മാനത്തിലേക്ക് അവിടുത്തെ പണിമുടക്ക് മാറി. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിൽ പോലും അറബ് പബ്ലിക് ഒപ്പീനിയൻ, അറബ് രാഷ്ട്ര തലവന്മാർക്ക് പോലും അവര് പോലും ഈ 2023 ഒക്ടോബർ 7 വരെ ഒരുതരം നിസ്സംഗ ഭാവത്തിലായിരുന്നു പലസ്തീനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതുവരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൗമശാസ്ത്രപരമായി നമ്മൾ പറയുമ്പോൾ, 2023 ഒക്ടോബർ 7 വരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത് തങ്ങൾക്ക് ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ്, തങ്ങളുടെ ഒക്യുപ്പേഷൻ, വെസ്റ്റ് ബാങ്ക് തന്നെ പല മേഖലയും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ, ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസസ്, അതായത് അധിനിവേശം, പ്രത്യാഘാതങ്ങളില്ലാതെ അധിനിവേശം തുടരാം എന്നായിരുന്നു. പലസ്തീൻ പ്രശ്നം 2023 ഒക്ടോബർ 7 വരെ ലോക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ലോകരാഷ്ട്രങ്ങൾക്കും അറബ് രാഷ്ട്രങ്ങൾക്കും വരെ പങ്കുണ്ട്. ഈ ഹമാസിന്റെ ഈ ആക്രമണത്തോടെ ലോക്കലൈസ് ചെയ്യപ്പെട്ട ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ് എന്ന അവസ്ഥയിൽ നിന്ന് അത് മാറുകയും ആ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം റീജിയണലൈസ് ചെയ്യപ്പെടുകയും അത് പശ്ചിമേഷ്യയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയും ഇപ്പോൾ ലോകത്തിന്റെ തന്നെ മർമ്മത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൗമരാഷ്ട്രീയപരമായി 2023 ഒക്ടോബർ 7-നും അതിനുശേഷവും നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഏതാനും വ്യാഴവട്ടങ്ങളായി ലോക്കലൈസ്ഡ് ആയിട്ട് മാറ്റിയ ഈ പലസ്തീൻ എന്ന മർമ്മപ്രധാനമായ പ്രശ്നം, അതിനെ ഈ ഹമാസ് ആക്രമണത്തോടെ മാത്രമല്ല, പിന്നെ ഇസ്രായേൽ ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, ഖത്തർ, ലെബനൻ, സിറിയ, യമൻ, അത് സ്പിൽ ഓവർ ചെയ്തു ആ പശ്ചിമേഷ്യ മുഴുവൻ. അപ്പോൾ ഈ പലസ്തീൻ പ്രശ്നം
പശ്ചിമേഷ്യയുടെ കേന്ദ്ര പ്രശ്നമാകുകയും ലോകത്തിന്റെ തന്നെ ഒരു ചോദ്യചിഹ്നമായി അത് ഉയരുകയും ചെയ്തു എന്നതാണ് കാര്യം. എത്ര കാലം അമേരിക്കക്ക് ഇസ്രായേലിനെ ഈ മട്ടിൽ പിന്തുണച്ചു പോകാനാകും എന്ന് കണ്ടറിയാൻ. തീർച്ചയായും എന്തായാലും അവിടെ നിന്ന് ഒരു പിൻവാങ്ങൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ. ഞാൻ തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. പിന്നെ ചർച്ചയിലേക്ക്. ശ്രീ ജോസഫ് ആന്റണി, ഉടൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന സൂചന ട്രംപ് നൽകുമ്പോൾ പോലും ഏറ്റെടുത്ത പണി പൂർത്തിയാക്കും എന്നതാണ് നെതന്യാഹു നൽകുന്ന ഉറപ്പ്. ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കാര്യവും സൂചിപ്പിക്കുന്നു. മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും ഉടൻ ഒരു സമാധാനം അവിടെ ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകളാണോ? ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന വിവരങ്ങൾ വന്നും കൊണ്ടും ഇരിക്കുന്നു. ഈ നെതന്യാഹു തന്നെ പറഞ്ഞു, എന്റെ ഈ യുദ്ധത്തിലുള്ള 2 ലക്ഷ്യങ്ങൾ, ഒന്ന് ഈ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക. ഈ 2 വർഷം യുദ്ധം തുടങ്ങി 2 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ പോലും ഈ 2 ലക്ഷ്യങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലി ജനങ്ങൾ പാതയിലാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെന്താ, എന്റെ ആത്മീയ ദൗത്യമാണ് ഈ എറച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റ് സ്ഥാപിക്കുക എന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ കാണേണ്ട കാര്യം, ഈ ആധുനിക സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത്? ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? 1917 ബാൽഫർ ഡിക്ലറേഷനിലൂടെയാണ്. ബാൽഫർ ഡിക്ലറേഷൻ ബ്രിട്ടൻ പുറപ്പെടുവിച്ച, അവിടുത്തെ വിദേശകാര്യമന്ത്രി പുറപ്പെടുവിച്ച ഡിക്ലറേഷനാണ്. വെറും 2 പാരഗ്രാഫുകളുള്ള ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് എന്താ പറയുന്നത്? ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു എന്നാണ്. അതായത് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത്, ചരിത്ര രേഖയാണ്, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് യഹൂദർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ പലസ്തീൻ വംശജർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് ബാൽഫർ ഡിക്ലറേഷൻ, വളരെ ചെറിയ ഒരു രേഖ, ഒരു അര പേജ് മാത്രമുള്ള ആ രേഖ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളും വായിച്ചിട്ട് കണ്ടത്. ഒന്നാമത്തത്. 2ാമത്തത്, 1947 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. ആ ഇസ്രായേൽ വളരെ വലിയ ഈ ഡോക്യുമെന്റ് ആണ് ആ റെസൊല്യൂഷൻ. ആ ഡോക്യുമെന്റിൽ നിരന്തരം ആവർത്തിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 50% ഇസ്രായേലുകൾക്കും 40% പലസ്തീനുകൾക്കും എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം വന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ രേഖയിലും വളരെ കൃത്യമായി പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നു പറഞ്ഞു. 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ 1ാമത്തെ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തി. ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനമുണ്ട്. ആദ്യമൊക്കെ കുറച്ച് വാചകങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, വി ഹിയർ ബൈ ഡിക്ലെയർ ജൂയിഷ് സ്റ്റേറ്റ് ഇൻ പാലസ്തീൻ. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ എന്നുള്ള പേരിൽ ഞങ്ങളൊരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ചരിത്രപരമായ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കുന്ന, അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്തുത നിലനിൽക്കെ ഇവിടെ ഇതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ചരിത്ര നിഷേധപരമായ, വസ്തുതാപരമല്ലാത്ത ഒരു ജനതയെ ആ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം 1948 തന്നെ 7.5 ലക്ഷം പലസ്തീനികൾ ഈ ഇസ്രായേലിലെ യഹൂദന്മാരുടെ ആക്രമണത്തിൽ അവിടെ വിട്ടുപോയി. ഇന്ന് അതിനെ തിരിച്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് ആ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമേ ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ശരി, എന്തായാലും മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം പൊതുസഭയെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഗസയിൽ നിന്ന് പലസ്തീനികൾ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്നുകൂടിയാണ്. നമുക്ക് കാത്തിരിക്കാം സമാധാനം പുലരുമോ എന്നത്. ട്രംപിൻ്റെ വാക്കാണ് അവസാന വാക്ക്. പക്ഷേ മാറ്റിയും മറിച്ചും ഒക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ട്രംപ് UN സംസാരിച്ചപ്പോഴും എന്താണ് പറഞ്ഞത് എന്നത് ലോകം കേട്ടതാണ്. ഇസ്രയേലിനെ എങ്ങനെ പിന്താങ്ങി എന്നത് കേട്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടാകും എന്ന സൂചനകളെ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കിക്കാണാം.